പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിസഭാ സുരക്ഷാ സമിതി യോഗം ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് നിർണായക യോഗം ചേരുന്നത്. സൗദിയിൽ നിന്ന് തിരിച്ചെത്തിയ പ്രധാനമന്ത്രി ഡൽഹി വിമാനത്താവളത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ മന്ത്രിസഭാ സുരക്ഷാ സമിതിക്ക് തൊട്ട് മുൻപായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. എന്തെല്ലാമാണ് ഈ സുരക്ഷാ സമിതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നിലിമ, ഏറ്റവും നിർണായകമായ യോഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡൽഹിയിലെ വസതിയിൽ സെവല്ലോ കല്യാൺ മാർഗിലെ വസതിയിൽ ഇപ്പോൾ ചേരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതി യോഗം ചേരുന്നു. അതായത് രാജ്യത്ത് ആഭ്യന്തര സുരക്ഷ, പ്രതിരോധം, കൗണ്ടർ ടെററിസം ഈ വിഷയങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനും അധികാരമുള്ള സമിതിയാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. ഈ യോഗത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കൂടാതെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടങ്ങിയവരുമായി ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് സേനകളുടെ നിലവിലുള്ള നടപടികൾ സംബന്ധിച്ചും തുടർ നടപടികൾ സംബന്ധിച്ചും വിശദമായ ചർച്ച ചെയ്തു. കൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിൽ ഈ ഭീകരാക്രമണം നടന്നിട്ടുള്ള പഹൽഗാമിലും ഒപ്പം ശ്രീനഗറിൽ ഉന്നതതല യോഗത്തിലും പങ്കെടുത്തുകൊണ്ട് നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കൂടാതെ ക്യാബിനറ്റ് സെക്രട്ടറി, പ്രതിരോധ വകുപ്പ് സെക്രട്ടറി തുടങ്ങിയവരാണ് ഈ മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതി യോഗത്തിൽ പങ്കെടുക്കുക. ഈ യോഗത്തിലായിരിക്കും രാജ്യം നയപരമായും സൈനികപരമായും എന്ത് നടപടികൾ എടുക്കണം എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഈ യോഗത്തിന് ശേഷം ഔദ്യോഗികമായോ അല്ലെങ്കിൽ പരസ്യമായോ ലഭ്യമാവുകയില്ല. പകരം അത് നടപ്പാക്കിയതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് പൊതുമധ്യത്തിൽ ലഭ്യമാവുക എന്നുള്ളതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. അതായത് പഹൽഗാമിൽ ഇത്തരത്തിൽ രാജ്യത്ത് സാധാരണക്കാരായ ആളുകളുടെ ചോര വീഴ്ത്തിക്കൊണ്ട് ഭീകര ശക്തികൾ നടത്തിയിട്ടുള്ള അക്രമത്തിന് ഏതൊക്കെ രീതിയിൽ മറുപടി നൽകണം, ഒപ്പം എന്തെല്ലാം പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, രാജ്യത്തിന്റെ മറ്റു നഗരങ്ങളിൽ സ്വീകരിക്കുന്ന തുടർ നടപടികൾ, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് എന്ത് തരത്തിലുള്ള മറുപടി നൽകണം എന്നത് സംബന്ധിച്ചുള്ള നിർണായകമായ ചർച്ചകളാണ് ഈ യോഗത്തിൽ നടക്കുക. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിൽ നേരിട്ട് സന്ദർശനം നടത്തിയതിന്റെ വിശദാംശങ്ങൾ ഈ യോഗത്തിൽ ധരിപ്പിക്കും. അദ്ദേഹം ഡൽഹിയിലേക്ക് വൈകിട്ടോട് കൂടി തന്നെ തിരിച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെവല്ലോ കല്യാൺ മാർഗിലെ വസതിയിലേക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോട് കൂടിയാണ് അദ്ദേഹം ശ്രീനഗറിലെത്തിയത്. ഇന്ന് പഹൽഗാം സന്ദർശിച്ചു. ശ്രീനഗറിൽ ഉന്നതതല യോഗം ചേർന്നു. അത്തരത്തിൽ ഗ്രൗണ്ട് ലെവലിൽ നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നത്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രിയും ധനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സൈനിക തലത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മറുപടി ഈ വിഷയത്തിൽ നൽകണം, കൂടാതെ പാകിസ്ഥാൻ ഏത് രീതിയിലുള്ള മറുപടി ഈ വിഷയത്തിൽ നൽകണം എന്നത് സംബന്ധിച്ചും നിർണായകമായ ചർച്ചകൾ യോഗത്തിലുണ്ടാകും. കാരണം ഇതിനോടകം തന്നെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനുമായുള്ള ബന്ധം പകുതിയും വിച്ഛേദിച്ച രീതിയിലാണ് ഭാരതം മുൻപോട്ട് പോകുന്നത്. എന്ന് ഭീകരവാദത്തെ തള്ളിപ്പറയാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നു, അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ തള്ളിക്കറയാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നു, അന്നേ ഇനി ഉഭയകക്ഷി ചർച്ചകളും ബന്ധവും പുനഃസ്ഥാപിക്കുന്നു എന്ന നിലപാട് നേരത്തെ തന്നെ ഭാരതം വ്യക്തമാക്കിയിരുന്നു. നിലവിൽ പഹൽഗാമിൽ സാധാരണക്കാർക്ക് നേരെ നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിൽ ആയുധ പരിശീലനം ലഭിച്ചിട്ടുള്ള ഭീകരരാണ് ഈ ഭീകരാക്രമണം നടത്തിയത് എന്നുള്ള വസ്തുത, എന്നുള്ള കൃത്യമായ റിപ്പോർട്ട് NIA-യും ഒപ്പം സൈന്യത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഇതിനോടകം തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 2 ജമ്മു കാശ്മീരി സ്വദേശികളായിട്ടുള്ള ഭീകരരുണ്ടെങ്കിലും ഇവരും അതിർത്തി കടന്നുകൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിൽ ആയുധ പരിശീലനം നേടിയവരാണെന്നും ലഷ്കർ-ഇ തോയ്ബയാണ് ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ മുൻനിർത്തിക്കൊണ്ട് പഹൽഗാമിൽ സാധാരണക്കാർക്ക് നേരെ ഭീകരാക്രമണം നടത്തിയതെന്ന ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ടാണ് നിലവിൽ IB-യും NIA-യും കൂടാതെ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ആഭ്യന്തര മന്ത്രാലയത്തിന് മുൻപിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നാണ് രാജ്യത്തിന്റെ ജനങ്ങളുടെ ചോര വീഴ്ത്തിക്കൊണ്ട് ഈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണവും പരിശീലനവും നടന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായ മറുപടി ഉടൻ ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രി അല്പസമയം മുമ്പ് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതേ ടോണിൽ തന്നെയാണ് സംസാരിച്ചത്. കൃത്യമായി തിരിച്ചടി ഉണ്ടാകും, ഇത്തരത്തിൽ ഭാരതത്തിന്റെ മണ്ണിൽ ചോര വീഴ്ത്തിയവരെ ഒരു തരത്തിലും വെറുതെ വിടില്ല എന്ന് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി ഉറപ്പിച്ചു പറയുകയാണ്.